ഗോഡ് മെയ്ഡ് ജീസസ് പെർഫെക്റ്റ്. യേശുവിനെ ദൈവം എന്താണ്? തികഞ്ഞവനാക്കി, അല്ലെങ്കിൽ പൂർണ്ണതയുള്ളവനാക്കി. എന്താണ് യേശു ക്രിസ്തുവിന്റെ അപൂർണത? എന്തായിരുന്നു? ദൈവികതയിൽ അവന് യാതൊരു അപൂർണതയുമില്ല. പക്ഷേ മാനുഷികതയിൽ മനുഷ്യരനുഭവിക്കുന്ന കഷ്ടങ്ങൾ അനുഭവിക്കുന്നില്ലെങ്കിൽ അവന്റെ മാനുഷിക ജഡാവതരണം കഷ്ടമില്ലാതെ ജീവിച്ചായിരുന്നെങ്കിൽ അത് അവന്റെ സഹോദരന്മാരോട് ഏകീഭവിക്കുന്നതിന് അവനൊരു തടസ്സമായി പോയേനേയും. അതുകൊണ്ട് മനുഷ്യരോട് ഒരാളോടും ഏകീഭവിക്കുവാൻ അവന് ബുദ്ധിമുട്ടുണ്ടാകാത്ത നിലയിൽ ദൈവം എന്ത് ചെയ്തു? കഷ്ടാനുഭവങ്ങളാൽ യേശുവിനെ തികഞ്ഞവനാക്കി. ഞാൻ ജോണി എറിക്സനെ കുറിച്ചൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിനകത്ത് ജോണിയുടെ ഒരു അനുഭവമുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. ജോണി എറിക്സൺ 17 വയസ്സുള്ളപ്പോൾ ഡൈവിംഗ് ആക്സിഡന്റിൽ ശരീരത്തിൽ തലയ്ക്ക് താഴെ സകലതും പാരലൈസ്ഡ് ആയി പോയ ഒരു വ്യക്തിയാണ്. കംപ്ലീറ്റ് ആയിട്ട് പാരലൈസ്ഡ് ആയി പോയി. കട്ടിലിൽ ഒരു സ്ട്രെച്ചറിൽ കിടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല. അപ്പോൾ വൈകുന്നേരം വരെ അവളുടെ അനിയത്തി അവളെ എല്ലാം ഡ്രസ് ചെയ്ത് എല്ലാം നീറ്റാക്കി രാത്രി 8 മണിയാകുമ്പോൾ ബൈ ബൈ പറഞ്ഞിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അപ്പുറത്തെ മുറി പോയി കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ 7 മണിയാകുമ്പോൾ അവൾ വരുന്നത്. ഒരു ദിവസം അവളിങ്ങനെ അനിയത്തി അപ്പുറത്തെ മുറിയിലോട്ട് പോയപ്പോഴത്തേക്കൊക്കെ ഭയങ്കര സങ്കടമായിപ്പോയി. അവൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഇത് ഭയങ്കര കഷ്ടമാണ്. എനിക്ക് ഇനിയിപ്പോൾ കൈ അനക്കാൻ പറ്റത്തില്ല, കാലനക്കാൻ പറ്റത്തില്ല, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റത്തില്ല. അവൾ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് കുറച്ച് ടാബ്ലറ്റ് എടുത്ത് കഴിക്കുക. പക്ഷേ ടാബ്ലറ്റ് എടുക്കാൻ അവളുടെ കൈ ഉപയോഗിക്കാനും കഴിയത്തില്ല, എഴുന്നേക്കാൻ കഴിയത്തില്ല. എന്നിട്ട് പറഞ്ഞു, ഇതൊന്നും വേണ്ട, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് കരയാൻ പേടിയാ. കാര്യം ഞാനിപ്പോൾ കരഞ്ഞാൽ എൻ്റെ കണ്ണൊന്ന് തുടച്ചു തരാൻ, എൻ്റെ മൂക്കൊന്ന് അടഞ്ഞു പോയാൽ മൂക്കൊന്ന് ചീറ്റിത്തരാനായിട്ട് ആരുമില്ല. ഇനി രാവിലെ ജയ് എൻ്റെ അനിയത്തി വരുന്നത് വരെയും ഞാൻ കംപ്ലീറ്റ്ലി ഹെൽഡപ്പാണ്. ഞാൻ ഒന്നും ചെയ്യാൻ വയ്യാത്തവളായി കിടക്കുകയാണ്. എനിക്ക് കരയാൻ പോലും കഴിയാത്തൊരു സ്റ്റേജിലാണ്. എന്നിട്ട് അവൾ പതിയെ പറഞ്ഞു, ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. വളരെ കൂളായിട്ട് പറഞ്ഞു, ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ കർത്താവ് അവളോട് സംസാരിക്കാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞു, ഇല്ല ജോനി, എനിക്ക് മനസ്സിലാകും. എവിടെ ചോദിച്ചു, എങ്ങനെ? നീ എന്തെങ്കിലും പാരലൈസ്ഡ് ആയിട്ടുണ്ടോ? നീ എന്തെങ്കിലും തളർവാദ രോഗിയായി തീർന്നിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞു, യെസ്, ഐ വാസ് പാരലൈസ്ഡ്. ഞാൻ പാരലൈസ്ഡ് ആയിട്ടുണ്ട്. എപ്പോൾ? നീ പല പാരലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെയും സൗഖ്യമാക്കിയത് ഞാൻ കിട്ടുന്നുണ്ട്. പക്ഷെ നീ എപ്പോഴാണ് പാരലൈസ്ഡ് ആയത്? നിനക്കെപ്പോഴാണ് കയ്യും കാലും അനക്കാൻ വയ്യാതെ ഇരുന്നിട്ടുള്ളത്? കർത്താവ് പറഞ്ഞു, ഓൺ ദ ക്രോസ്, ക്രൂശിൽ ഞാൻ പാരലൈസ്ഡ് ആയിരുന്നു. എൻ്റെ തലയിൽ നിന്ന് മുൾക്കിരീടത്തിൽ നിന്ന് രക്തം ഒഴുകി വന്നപ്പോൾ അതെൻ്റെ മുഖത്തു നിന്ന് രോമം പറിച്ച മുറിവുകളിലേക്ക് ഇറങ്ങി ഒഴുകി വന്നപ്പോൾ പരിഹാസികളുടെ തുപ്പൽ അതുമായി കൂടിക്കലർന്ന് എൻ്റെ കവിളിലൂടെ ഒഴുകി വന്നപ്പോൾ അതൊന്ന് തുടച്ചു കളയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ പാരലൈസ്ഡ് ആയിരുന്നു കാൽവറി ക്രൂശിൽ. അതുകൊണ്ട് നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ലോകത്തിൽ ഒരു വ്യക്തിക്കും എൻ്റെ അവസ്ഥ നിനക്ക് മനസ്സിലാകത്തില്ല എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ യേശുവിനെ ദൈവം കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, യേശു പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ, ശരീരത്തിൽ ഒരു മനുഷ്യനായി ജീവിക്കാനായിട്ട് ദൈവം അവനെ വിട്ടുകൊടുത്തു. നമ്മുടെ എല്ലാവിധമായിട്ടുള്ള ബലഹീനതകളെയും തിരിച്ചറിയുവാൻ എല്ലാ പരീക്ഷണങ്ങളിലൂടെയും പരിശോധനകളിലൂടെയും അവൻ കടന്നുപോയി. എന്നിട്ടും അവൻ പാപം ചെയ്തില്ല. യെറ്റ് വിതൗട്ട് സിൻ. അവന്റെ മനസ്സിൽ പോലും പാപത്തിന്റെ കണികയുണ്ടായില്ല. ഹി വാസ് പെർഫെക്റ്റ്. അത് അവൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് ശരീരത്തിൽ വിശുദ്ധനായി ജീവിക്കുവാൻ അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അങ്ങനെ കഴിയത്തില്ലെങ്കിൽ അവൻ നമ്മളോട് ആവശ്യപ്പെടത്തില്ല. കർത്താവ് പറഞ്ഞു, യെസ്, ഞാൻ സകലത്തിലും നിന്നോട് മനുഷ്യവർഗത്തോട് ഏകീഭവിച്ചു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി. മക്കൾ കഷ്ടങ്ങൾ ഉള്ളവരായതുകൊണ്ട് അവനും കഷ്ടത്തെ സ്വീകരിച്ചു. എന്ന് തന്നെയല്ല, മക്കൾക്ക് മരണമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അവൻ രക്ഷിക്കുന്നതായ ജനതയ്ക്ക് നമുക്കൊക്കെ മരണമുള്ളതുകൊണ്ട് മരണത്തിന്റെ വേദനയും മരണത്തിന്റെ ഭീകരതയും അവൻ അവന്റെ ശരീരത്തിൽ അനുഭവിച്ചത്. അതുകൊണ്ടാണ് അവിടെ കർത്താവ് പറയുന്നത്, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെട്ടവനും ഒരുവനല്ലോ പിതാവ്, ഇത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കാം. ബ്രദർ, എന്നെ വിളിക്കുക ബ്രദർ എന്ന് യേശു പറയുക, യു ആർ മൈ ബ്രദർ. അത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നു. ഉയരത്തിൽ മാറി നിൽക്കുന്ന ഒരു പിതാവാണ് ദൈവം, അതെനിക്കറിയാം. പക്ഷെ ഇപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ നിന്റെ എല്ലാ അവസ്ഥയിലൂടെ കടന്നുപോയി. നൗ ഐ ക്യാൻ കോൾ യു ബ്രദർ. എനിക്ക് ഇതിനെ എന്ത് വിളിക്കാൻ പറ്റും? സഹോദരൻ എന്ന് വിളിക്കാൻ പറ്റും. എല്ലാ അവസ്ഥയിലും
അവൻ നമ്മളിൽ ഒരാളെ പോലെ കടന്നുപോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒരു കാര്യത്തിൽ പോലും അവൻ സദൃശത ഇല്ലാതെ ആയിരുന്നില്ല. എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യങ്ങളിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. സകലത്തിലും, ഇൻ എവറി റെസ്പെക്ട്. അപ്പോൾ യേശു സകല കാര്യങ്ങളിലും എന്നോട് സദൃശനായി തീർന്നു. സദൃശനായി തീർന്നത് കൊണ്ട് അവന് ഇപ്പോൾ എന്നോട് തിരിച്ച് നീ സകലത്തിലും എന്നോട് സദൃശനായി തീരുവാൻ ആവശ്യപ്പെടുവാനുള്ള യോഗ്യതയുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഞാൻ യേശുവിന്റെ സ്നാനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് യേശു എന്തിനാ സ്നാനപ്പെട്ടത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. യേശു എന്തിനാ സ്നാനപ്പെട്ടത്? യേശു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. യോഹന്നാൻ കൊടുത്തുകൊണ്ടിരുന്ന സ്നാനം മാനസാന്തര സ്നാനമാണ്. യേശുവിന് അത് ആവശ്യമുള്ളതല്ല. യേശുവിന് മാനസാന്തരം ആവശ്യമില്ല. പാപത്തിന് വേണ്ടി അവൻ സ്നാനമേൽക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാ യേശു സ്നാനപ്പെട്ടത്? നമ്മളൊരു പക്ഷെ പറഞ്ഞേക്കാം, അവൻ നമുക്ക് ഒരു മാതൃകയായിട്ട്, അതായത് എല്ലാവരും സ്നാനപ്പെടുന്നു, യേശു സ്നാനപ്പെട്ടില്ലോ നമുക്കൊന്ന് ചോദിക്കണ്ടായോ, അതിനുവേണ്ടി സ്നാനപ്പെട്ടു. പക്ഷെ സ്നാനം എന്ന് പറയുന്നത് ഒരു വലിയ അർത്ഥമാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം, അതായത് സ്നാനത്തിലൂടെ നാം ഒരു സമൂഹത്തോടോ ഒരു വ്യക്തിയോടോ ചേരുകയാണ്. യോഹന്നാൻ ഒരാളെ സ്നാനപ്പെടുത്തുമ്പോൾ യോഹന്നാന്റെ സമൂഹം എന്താണോ ആരാണോ ആ ഗ്രൂപ്പിലേക്ക് യോഹന്നാൻ ചേരുകയാണ്. എസേന്യർ ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്തുമ്പോൾ, ആ കാലയളവിൽ സ്നാനം വളരെ കോമൺ ആയിരുന്നു. എസേന്യർ സ്നാനപ്പെടുത്തിയിരുന്നു, യഹൂദന്മാർ സ്നാനപ്പെടുത്തിയിരുന്നു, അന്നത്തെ പല മിസ്റ്ററി റിലീജിയൻസും സ്നാനപ്പെടുത്തിയിരുന്നു. സ്നാപകനോട് ചേരുകയാണ് വാസ്തവത്തിൽ സ്നാനാർത്ഥി ചെയ്യുന്നത്. സ്നാപകൻ ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളാണോ അവരോട് ചേരുകയാണ്. എന്നാൽ യേശു ഏത് ഗ്രൂപ്പിനോടാണ് ചേരുന്നത്? അതുകൊണ്ടാണ് യേശു സ്നാനമേൽക്കാൻ വന്നപ്പോൾ യോഹന്നാൻ പറയുകയാണ്, ചേട്ടാ ഇത് ഭയങ്കര കഷ്ടമാണല്ലോ, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം. കാര്യം എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു പ്രതീക്ഷയുള്ളൂ, പ്രത്യാശയുള്ള ആഗ്രഹമേ ഉള്ളൂ. അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ നിന്നെ പോലെ. ഞാൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികൻ, നീ സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയൻ. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമുള്ളൂ, സംഹാവ് എനിക്ക് നിന്നെ പോലെയാകണം. അതുകൊണ്ട് നിന്നാൽ സ്നാനമേൽക്കുന്നത് എനിക്ക് ആവശ്യം. കർത്താവ് പറഞ്ഞു, യെസ്, ദാറ്റ്സ് ഗുഡ്. അങ്ങനെ വേണ്ടാന്നൊന്നും താഴ്മ കാണിക്കുകയൊന്നും ചെയ്തില്ല. യേശു പറഞ്ഞു, അതെ, അതാണ് നിന്റെ ആവശ്യം. എന്നാൽ ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തീകരിക്കേണ്ടതാകുന്നു. എന്താ അതിൻ്റെ അർത്ഥം? മറ്റൊന്നുമല്ല, എനിക്ക് സകല മനുഷ്യവർഗത്തോടും ഒരു കാര്യം ആവശ്യപ്പെടുവാനുണ്ട്. എന്താണെന്നറിയാമോ? സകല മനുഷ്യവർഗവും എന്നോട് ഏകീഭവിക്കാനായിട്ട്. അതിനു മുമ്പ് അത് നീതിയായിരിക്കേണ്ടതിന് ഞാനിപ്പോൾ സകല മനുഷ്യവർഗത്തോടും ഏകീഭവിക്കുവാൻ പരിശ്രമിക്കുകയാണ്. മനുഷ്യവർഗം എന്നോട് ഏകീഭവിക്കുന്നതിന് മുമ്പായിട്ട് അവരോട് അത് ആവശ്യപ്പെടാൻ ഞാൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ? മനുഷ്യവർഗത്തോട് ഏകീഭവിച്ചാലേ പറ്റുകയുള്ളൂ. അങ്ങനെ മനുഷ്യവർഗത്തോട് ഏകീഭവിക്കുവാനുള്ള അവന്റെ അനുസരണത്തിന്റെ സിംബലായിട്ടാണ് യേശു കർത്താവ് സ്നാനമേറ്റത്. അതുകൊണ്ടാണ് സ്വർഗം തുറന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കാര്യം യേശു സ്നാനത്തിലൂടെ പിതാവ് യേശുവിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതി അനുസരിച്ച് പിതാവിനോട് പറയാണ്, യെസ്, ഞാൻ മനുഷ്യവർഗത്തോട് ഏകീഭവിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. എന്നെ കൊണ്ട് എന്ത് പ്രവൃത്തി ചെയ്യാൻ നീ ഉദ്ദേശിക്കുന്നു അത് ചെയ്യാനായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്, അനുസരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു നമ്മളോട് ഏകീഭവിച്ചത് കൊണ്ട് ഇപ്പോൾ യേശുവിന് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? നമ്മൾ അവനോട് ഏകീഭവിക്കുവാൻ ആവശ്യപ്പെടുവാനുള്ള അവകാശം ഉണ്ട്. അതൊരിക്കലും എക്സ്ട്രാ അല്ല, അതൊരിക്കലും അനീതിയല്ല. സ്വർഗത്തിലിരിക്കുന്ന ഒരു ദൈവം, സ്വർഗത്തിലെ ദൈവത്തോട് നമ്മളെപ്പോലെ നമ്മൾ അവനോട് ഏകീഭവിക്കാൻ, അല്ലെങ്കിൽ സംഭാവനോ യേശു ഭൂമിയിൽ വന്ന് ശരീരത്തിൽ ജീവിച്ചില്ലായിരുന്നെങ്കിൽ അവനൊരിക്കലും അത് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൻ ശരീരത്തിൽ വസിച്ച് എനിക്കൊരു മാതൃക തന്നിരിക്കുന്നത് കൊണ്ട് അവനോട് ഏകീഭവിക്കുവാൻ ആവശ്യപ്പെടുവാനുള്ള അവകാശം അവനുണ്ട്. ഒരു അതുകൊണ്ട് പറയാണ്, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കാര്യം യേശു കർത്താവ്, താഴെ പറയുന്ന ഓരോ ഭാഗങ്ങൾ അവൻ്റെ ഭാവത്തെക്കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് അതിനുള്ള സമയം നമുക്കുണ്ട്. പഠിക്കുമ്പോൾ അവൻ എങ്ങനെ നമ്മളോട് ഏകീഭവിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ നാം അവനോട് ഏകീഭവിക്കുവാനുള്ള ആവശ്യമുണ്ട്. അങ്ങനെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. സോ ജീസസ് ഈസ് ആസ്കിങ്, ഗാഡ് ഈസ് ആസ്കിങ് us to identify with him, അവനോട് ഏകീഭവിക്കുവാനായി. എന്നാൽ ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം എന്താവശ്യപ്പെട്ടാലും അത് നിർവഹിക്കാനുള്ള ശക്തിയോടെ നമുക്ക് തന്നിരിക്കും. അല്ലാതെ അവൻ ഒരു കാര്യവും ഒരിക്കലും ആവശ്യപ്പെടത്തില്ല. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുള്ളൊരു വാചകമുണ്ട്, ഗാഡ് ഈസ് നോട്ട് ലൈക്ക് ഫാറോ. ഫറവോന്റെ പ്രത്യേകത എന്താണെന്നറിയാം? ഫറവോൻ ജനത്തോട് പറഞ്ഞു,
ഇഷ്ടിയുടെ എണ്ണം കുറയ്ക്കാൻ പറ്റത്തില്ല, പക്ഷെ വൈക്കോല് തരത്തുമില്ല. അതായത് റിസോഴ്സസ് ഇല്ലാതെ ഔട്ട്പുട്ട് ഉണ്ടാക്കാനാണ് ഫറോ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ദൈവം, യേശു കർത്താവ് നമ്മളോട് ഒരിക്കലും റിസോഴ്സ് തരാതെ, വൈക്കോല് തരാതെ ഇഷ്ടിക ഉണ്ടാക്കാൻ അവൻ ഒരിക്കലും പറയത്തില്ല. അതുകൊണ്ട് ദൈവം നമ്മളോട് ജീവിതത്തിൽ എന്താവശ്യപ്പെട്ടാലും, ലോകത്തിൽ എന്താവശ്യപ്പെട്ടാലും അതിനുള്ള റിസോഴ്സ് അവൻ അതോടൊപ്പം തന്നിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. എഫേസ്യ ലേഖനം 1-17 വാക്യം വായിക്കുമ്പോഴത്തേക്ക് നമുക്കൊക്കെ എപ്പോഴും വായിക്കുന്ന വേദഭാഗമാണല്ലോ. എഫേസ്യ ലേഖനം 1-17 വാക്യത്തിൽ കർത്താവ് നമ്മളിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്, ആശിക്കുന്നുണ്ട് എന്നവിടെ കാണുന്നുണ്ട്. അവിടെ പൗലോസ് പറയുന്നത്, എൻ്റെ പ്രാർത്ഥനയെ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. അതായത് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ വലിയ ആഗ്രഹം നിങ്ങളെല്ലാവരും ദൈവം നിങ്ങളെ വിളിച്ചപ്പോൾ, യേശു നിങ്ങളെ വിളിച്ചപ്പോൾ അവൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ആശ എന്തായിരുന്നെന്നൊന്ന് തിരിച്ചറിയണമെന്ന് ഞാൻ അസാമാന്യമായ നിലയിൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ആശ എന്താണെന്ന് ദൈവത്തിൻ്റെ അടുത്ത് പോയി പറയുന്നതല്ലാതെ നമ്മുടെ പ്രാർത്ഥനയെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ എനിക്ക് ഇന്ന ആളാകണം, എനിക്ക് ഇന്ന കാര്യം വേണം, എനിക്ക് ഇന്ന ജോലി വേണം, എനിക്ക് ഇന്ന വീട് വേണം, എനിക്ക് ഇന്ന കാർ വേണം. എനിക്ക് എന്നെക്കുറിച്ചുള്ള ആശകളാണ് ഞാൻ ആരുടെ അടുത്ത് എന്ന് പറയുന്നത്? കർത്താവിൻ്റെ അടുത്ത് എന്ന് പറയുന്നത്. എല്ലാവരും അതാ ചെയ്യുന്നത്. ഒരുപക്ഷെ ആത്മീയം കൂടുമ്പോഴത്തേക്ക് കർത്താവേ എനിക്ക് ബെന്നിഹീനെ പോലെ പ്രസംഗിക്കണം, കർത്താവേ എനിക്ക്, ഒത്തിരി ആളുകളുടെ പേരുണ്ടല്ലോ, എല്ലാവരുടെയും പേരൊന്നും എനിക്ക് അറിയുന്നില്ല. ഓരോരുത്തർക്ക് ഓരോ ഹീറോസ് ഉണ്ട്. അവരെ പോലെ ആകണം, ഇന്നാരെ പോലെ ആകണം, ഇന്നാരെ പോലെ ആകണം. അപ്പൊ എനിക്ക് എന്നെക്കുറിച്ചുള്ള ആശ, അതാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷെ പൗലോസ് പറയാണ്, നിങ്ങളെക്കുറിച്ചുള്ള ആശ കർത്താവിൻ്റെ അടുത്ത് എന്ന് നിങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ പറഞ്ഞു ഒത്തിരി കാര്യം പറഞ്ഞല്ലോ. എന്നാൽ ഞാൻ പറയട്ടെ, എൻ്റെ പ്രാർത്ഥന ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ആശ എന്താണെന്ന് നിങ്ങളൊന്ന് അറിയണമെന്നാണ്. നമ്മൾ ഇന്ന് വരെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടോ, കർത്താവേ എനിക്ക് ഒത്തിരി ആശയൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, പക്ഷേ എന്നെക്കുറിച്ചുള്ള നിന്റെ ആശ എന്താണ്? എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ തന്നെ എൻ്റെ ഉത്തരം, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്താണെന്നുള്ളത് ഞാൻ അറിയാൻ വേണ്ടിയാണ്. God has a plan for me. God has a desire about me. എന്നെക്കുറിച്ച് അവൻ എന്നെ വിളിച്ചപ്പോൾ, അവൻ സാജുവിനെ വിളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആശയല്ല ജോബിയെ വിളിച്ചപ്പോൾ. ഡിഫറൻറ്റാ. ജോബിയെ കുറിച്ചുള്ള ആശ ജോബി മനസ്സിലാക്കണം. എന്തിന് ദൈവം എന്നെ വിളിച്ചേ? ആ പ്രതീക്ഷ, അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അതാണ് പൗലോസിന്റെ ഒന്നാമത്തെ പ്രാർത്ഥന. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച്, ഞാൻ അതിനെക്കുറിച്ച് വിശദമാക്കാൻ എനിക്ക് സമയമില്ല, ദാറ്റ്സ് അനദർ സബ്ജക്ട്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആശ ഇനതെന്ന് തിരിച്ചറിയണം. എന്നാൽ ദൈവം അങ്ങനെ ഒരു ആശ വെച്ച് പുലർത്തിട്ട്, മോനെ നിന്നെക്കുറിച്ചുള്ള എൻ്റെ ആശ ഇതാണ് എന്ന് പറഞ്ഞിട്ട് നീ എങ്ങനെങ്കിലും അങ്ങനെ ആകണം എന്ന് മാത്രം പറയല്ല. നമ്മളൊക്കെ ആണെങ്കിൽ പറയും, കുഞ്ഞെ നിന്നെക്കുറിച്ചുള്ള, എൻ്റെ മക്കളോടൊക്കെ പറയുന്നത്, നിന്നെക്കുറിച്ചുള്ള എൻ്റെ ആശ, ഞാനന്ന് എഞ്ചിനീയറിങ്ങിന് പോകാൻ വളരെ ആഗ്രഹിച്ചു കുഞ്ഞെ, പക്ഷേ അപ്പച്ചൻ അന്ന് പറഞ്ഞു, എടാ ഞാൻ എവിടുന്നാ പൈസ ഉണ്ടാക്കുന്നതെന്ന്, അതുകൊണ്ട് എനിക്കൊരു എഞ്ചിനീയർ ആകാൻ പറ്റിയില്ല. ഞാൻ പിന്നെ പോളിടെക്നിക്ക് പോയി. ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു, നിനക്ക് പൈസയും എല്ലാം എനിക്ക് തരാനുണ്ട്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നീ ഒരു IIT അഡ്മിഷൻ വാങ്ങിച്ച് ഒരു MTech പാസ്സാകണം എന്നുള്ളതാണ് മോനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ ഇവൻ എഞ്ചിനീയർ ആകാനുള്ള കാലിബറും മറ്റൊന്നും കാണത്തില്ല, ആകെപ്പാടെ കാശേ കാണത്തുള്ളൂ. ഒടുവിൽ എന്ത് ചെയ്യും? IIT കിട്ടിയില്ല. IIT കിട്ടണമെന്ന് ആഗ്രഹിച്ചു, പിന്നെ REC കിട്ടിയാൽ മതിയെന്ന് ചിന്തിച്ച് അവിടെയും നടന്നില്ല. ഒടുവിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലും കിട്ടിയില്ല. ഒടുവിൽ ഏതെങ്കിലും ഒരു ഓലക്കെട്ടിടത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ട് ഇവനെ കൊണ്ട് 5 ലക്ഷം 8 ലക്ഷം കൊടുത്ത് പഠിക്കാൻ വിട്ടു. 4 കൊല്ലം കൊണ്ട് പഠിച്ചു തീരേണ്ട എഞ്ചിനീയറിംഗ് ഇവനെ 9 വർഷം കൊണ്ട് പഠിച്ച് തീർത്തെന്ന് വരുത്തി. എന്തുകൊണ്ടാ? അവിടെ അതിനുള്ള കാലിബറും ഇല്ല, കാര്യങ്ങളും ഇല്ല. അപ്പനിത് കൊടുക്കാൻ പറ്റുമോ? അപ്പന് കാശെല്ലാം കൊടുക്കാൻ പറ്റുമോ? പക്ഷേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആശ നിർവഹിക്കുവാനുള്ള റിസോഴ്സസ് കൊടുക്കാൻ ഒരു പക്ഷെ കഴിയത്തില്ലായിരിക്കും. പക്ഷെ ദൈവം അങ്ങനല്ല. ദൈവം എന്നെക്കുറിച്ച് എന്ത് പ്രതീക്ഷിക്കുന്നോ അത് നിർവഹിക്കുവാനുള്ള റിസോഴ്സസ് അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്.